ഹായ് അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ചെറിയൊരു നോമ്പ് തുറയിട്ടാ തിരൂരിന്ന് ലാലും ഉമ്മയും വരുന്നുണ്ട്. അപ്പോൾ ഓലൊന്ന് നോമ്പറക്കാമെന്ന് വിളിച്ചാന്ന് കരുതിയിട്ടാ. അപ്പം അങ്ങനെ മന്തിക്കുള്ള ചോറ് വേവിച്ച് വെച്ച് പിന്നെ ഇറച്ചി മസാല ഒക്കെ കൂട്ടിയിട്ട് അത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ അടുപ്പ് അത് ആവശ്യമില്ലാതെ വെറുതെ കത്തിപ്പോണ് കേട്ടോ. കാരണം ചോറ് ഇപ്പോൾ ഊറ്റി വെച്ചിട്ടുള്ളൂ. അങ്ങനെ പിന്നെ വലിയ അനിയൻ ഇങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണ തിരക്കാട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റണ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട്. കാരണം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങനെ കേട്ടോ കുറേ നേരം നിന്നുള്ള പണിയൊന്നും എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്ക് വയ്ക്കാത്ത കാരണം പിന്നെ ഞാൻ പറഞ്ഞ് സമൂസ ഞാൻ മടക്കി തരാനിട്ട് സമൂസ പോലെയും മസാലയും കാര്യങ്ങളൊക്കെ കൊലയുമൊക്കെ കൊടുന്നിട്ട് പിന്നെ ഞാനങ്ങനെ എൻ്റെ സുഖം പോലെ ഞാൻ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടാ. കാരണം ഞാൻ മടക്കി കൊടുത്താൽ അമ്മക്ക് വേഗം പൊരിച്ചെടുക്കാമല്ലോ അങ്ങനെ കരുതിയിട്ടിട്ടാ. അങ്ങനെ പിന്നെ ഞാനൊരു തലക്ക സമൂസയെല്ലാം മടക്കി കൊടുക്കുന്നുണ്ട്, ഒരു തലക്ക പൊരിച്ചിട്ടുണ്ട്. കാരണം സമൂസ പൊരിച്ച് പിന്നെ ഉള്ളിവട ഉണ്ടായിരുന്നിട്ട് അത് പൊരിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ള ഇങ്ങനെ പാലടുപ്പത്ത് വെച്ചിരുന്നിട്ട് അടുപ്പത്തല്ല സോറി ഗ്യാസുമ്മ വെച്ചിരുന്നിട്ടാ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുക്കാൻ ടൈമായപ്പോൾ എല്ലാതും കൂടി നുള്ളി പെറുക്കി നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് അങ്ങനെ കേട്ടോ. പിന്നെ പൊരിക്കടി 2 ഐറ്റം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ജ്യൂസായിട്ട് എന്താ ബത്തക്ക വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ പൈനാപ്പിൾ ലൈം ഉണ്ടായിരുന്നിട്ടാ. പിന്നെ ഫ്രൂട്ട്സായിട്ട് അതിൽ ബത്തക്ക ഉണ്ട്, ആപ്പിൾ ഉണ്ട്, മുന്തിരി ഉണ്ട്, അങ്ങനെ കുറച്ച് പൈനാപ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചക്കയും വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. ചക്ക പിന്നെ ഞങ്ങളവിടെ ഉണ്ടായതാട്ടാ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി നോമ്പറക്കാൻ വേണ്ടി ഇരുന്ന്. ഈ ചക്കൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മധുരമാണ്, ഭയങ്കര മണമാണ് കേട്ടോ. എനിക്ക് പിന്നെ വലിയ താല്പര്യമില്ല കേട്ടോ, എനിക്ക് അതിൻ്റെ മണം തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ആകുമ്പോൾ ഞാൻ വല്ലാതെ പോയിട്ടുണ്ടായിരുന്നില്ല. സമൂസയും പിന്നെ കുറച്ച് മുന്തിരി ആപ്പിളൊക്കെ തിന്നിട്ട് ആപ്പിളും പിന്നെ എന്ത് ചെയ്യുന്നു ബത്തക്കൊക്കെ തിന്നിട്ട് അങ്ങനെ നിന്നിട്ടാ. ചക്ക പിന്നെ അങ്ങോട്ട് വെറുത്തിട്ടെ എനിക്കിപ്പോൾ. അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ചോറ് തിന്നാൻ വേണ്ടി ഇരുന്നിട്ടാ. പിന്നെ ചോറ് മന്തിയായിട്ടും പിന്നെ കടി പിന്നെ ആപ്പാപ്പാക്ക് കൊടുത്തേന്നിട്ട്. കാരണം ആപ്പാപ്പ രാത്രി ചോറ് തിന്നില്ല എന്നൊന്നും അറിയില്ല അങ്ങനെ കേട്ടോ. അപ്പോൾ ആപ്പാപ്പയാണല്ലോ കടികളൊന്നും എടുത്തില്ല, എല്ലാവരും മന്തിനെ കേട്ടോ തിന്നത്. കടി പൊറാട്ട ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, അതിക്ക് ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ആരും നിന്നില്ല, എല്ലാവർക്കും മന്തിയാട്ടോ ഇഷ്ടമായത്. എല്ലാവരും മന്തി എടുത്തതും കൊടുന്ന് വെച്ച് ചപ്പാത്തിയും പൊറാട്ടയൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുകയെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും പോയതിന് ശേഷം പിന്നെ ഇങ്ങനെ അനിയനെ അങ്ങാടി പോയപ്പോൾ ഇങ്ങനെ മാങ്ങ മസാല കൂട്ടിയെ കൊടുത്ത് തന്നീന് കേട്ടോ. അപ്പം എന്നോട് എൻ്റെ അമ്മ ആദ്യം തന്നെ പറയുന്നുണ്ട് അത് തിന്നണ്ട നെഞ്ഞിരിയെന്ന് അറിയുന്നുണ്ട് കേട്ടോ. അത് തിന്നണ അത്ര നല്ലതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ചൊറുക്ക് കേട്ടോ. അപ്പോൾ തിന്നാൻ പൂതിയായപ്പോൾ എടുത്ത് നോക്കിയതാണ്. അത് കാണാൻ ചൊറുക്ക് തന്നെ ഉള്ളൂ കേട്ടോ, തിന്നാൻ ടേസ്റ്റ് ഇല്ല. ലാസ്റ്റ് പിന്നെ ആ മാങ്ങ കേക്ക് തിന്നട്ടെ ചെയ്ത്, കാരണം അങ്ങനെ തിന്നാൻ വെച്ചാൽ മുളക് അരച്ച് തേച്ചതാണ് അതിമേ. ഞാൻ അതൊക്കെ കഴിഞ്ഞ് തിന്ന് കടക്കാൻ വേണ്ടി പോയപ്പോൾ ചെറിയ അനിയുണ്ട് മൺചട്ടിയിൽ മസാല ഒക്കെ കൂട്ടിയിട്ട് പച്ചമുന്തിരി കൊടുക്കുന്നത്. അതാണെങ്കിലും അങ്ങോട്ട് കുത്തിയിട്ട് ഇങ്ങോട്ട് കിട്ടല്ലേ കേട്ടോ. പിന്നെ എനിക്ക് പണ്ടേ മധുരത്തിനോട് വലിയ താല്പര്യമില്ല, എരിവിനോടാട്ടോ താല്പര്യം. എരിവും പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം അത്രേ ഉള്ളൂ.